മമതാ ബാനർജിക്ക് കൽക്കരി കൊള്ളയായിട്ട് എന്താണ് ബന്ധം? ഈ തെരുവിലിറങ്ങി വലിയ പോരാട്ടമാണല്ലോ മമതാ ബാനർജി നടത്തുന്നത്. അത് ഈ സത്യത്തിൽ ഈ കൽക്കരി കൊള്ളയും മമതാ ബാനർജിയും തമ്മിൽ നേരിട്ട് എന്താണ് ബന്ധം എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ പ്രയാസമാണ്. കൽക്കരി കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ കോൾ ഫീൽഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാർ എടുത്ത കൽക്കരി പാടമുണ്ട്. ആ കൽക്കരി പാടത്ത് നിന്ന് കൽക്കരി കട്ട് വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം കട്ടെടുത്ത കൽക്കരി ബാങ്കുറ, വർദ്ധമാൻ, പുരീലിയ തുടങ്ങിയ ജില്ലകളിലെ ഫാക്ടറികളിൽ എത്തിച്ചിട്ടാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കേസ് വന്നു. കേസ് വന്നപ്പോഴാണ് അതിനകത്ത് ED പ്രവേശിക്കുന്നത്. ED പ്രവേശിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പണം എത്തിച്ചേർന്നിരിക്കുന്നത് ഐപാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഇതിൽ നിന്ന് കിട്ടിയ 26 കോടി രൂപ എത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് ഐപാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി, അതാണ് ഐപാക്ക് എന്ന് പറയുന്ന കമ്പനി. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ രാഷ്ട്രീയ ഇടനിലക്കാരായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഐപാക്കിൽ നിന്ന് കിട്ടിയ പണം 26 കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഗോവ തെരഞ്ഞെടുപ്പിൽ ഐപാക്ക് കമ്പനി ഈ പണം ഉപയോഗിച്ചു. ഇതാണ് ആക്ഷേപം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ED റെയ്ഡ് നടത്തുന്നു. നിയമപരമായിട്ടുള്ള അവരുടെ അവകാശം ഉപയോഗിച്ച് റെയ്ഡ് നടത്തുമ്പോൾ ഐപാക്ക് കമ്പനിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തു. ഇതറിഞ്ഞ ഉടനെ മമത അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് റെയ്ഡ് തടയുകയും റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ മുഴുവൻ ബലം പ്രയോഗിച്ച് അവരിൽ നിന്ന് കൈക്കലാക്കി നിൽക്കുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് ഈ കാശ് ഇവരിലെത്തിയത് എന്നുള്ളതിലാണ്, ഈ ഐപാക്ക് കമ്പനിയിലേക്ക് എത്തിയത് എന്നുള്ളതിലാണ് വളരെ രസകരമായൊരു വഴിയുള്ളത്. കാരണം നമ്മുടെ നാട്ടിലെ കള്ളപ്പണ ഇടപാടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ പണത്തിൻ്റെ ഒരു സഞ്ചാരപഥമുണ്ട്. നേരിട്ട് ഐപാക്കിലെത്തല്ല ചെയ്തത്. ഈ പണം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം എത്തുന്നത് ജിതേന്ദ്ര മേത്ത എന്ന് പറയുന്ന ആകാശ് ഫിനാൻസ് എന്ന ഒരു ബ്ലേഡ് കമ്പനി നടത്തുന്ന അതിൻ്റെ ഡയറക്ടറുടെ കയ്യിലേക്ക് എത്തേന്. അപ്പോൾ എപ്പോഴും ഈ ഫിനാൻസ് കമ്പനിക്കാരുമായിട്ട് രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു ലിങ്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം കള്ളപ്പണം ഒളിപ്പിക്കാനും പറ്റും, കള്ളപ്പണം മേടിക്കാനും പറ്റും. ഇത് രണ്ടും നടക്കുന്നത് ഇത്തരത്തിലുള്ള ബ്ലേഡ് കമ്പനിക്കാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് പഴയ ഒരു ലാബല്ല എന്ന് പറഞ്ഞൊരു ഫൈനാൻസ് കമ്പനി പണ്ടുണ്ടായിരുന്നു ഇവിടെ, സാജൻ എന്നിട്ടായിരുന്നു അയാളുടെ പേര്. അത് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും 2-3 രാഷ്ട്രീയക്കാർ കേരളത്തിൽ പാപ്പരായിപ്പോയി. കാരണം അവരുടെ പണമായിരുന്നു അവിടെ ഇട്ടിരുന്നത്. ഇവർ പണം കൊടുക്കുകയും ചെയ്യും. അതിനെ ആസ്പദമാക്കിയിട്ട് സിനിമകളും വന്നിട്ടുണ്ട്. മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമയുണ്ട്, ഒരു കള്ളനായിട്ട്. മമ്മൂട്ടി ഇങ്ങനെ പോയിട്ട് ഈ ഇത്തരത്തിലുള്ള റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥനായിട്ടൊക്കെ വന്ന് കാശ് അടിച്ചു മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഈ ജിതേന്ദ്ര മേത്തയിൽ നിന്ന് ഒരു ഇടനിലക്കാരൻ്റെ അടുത്തേക്ക്, ആ ഇടനിലക്കാരൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ മുകേഷ് താക്കൂർ എന്നാണ്. അദ്ദേഹം ജിതേന്ദ്ര മേത്ത ഇടനിലക്കാരനാണ്. അപ്പോൾ കാശ് ജിതേന്ദ്ര മേത്തയിലെത്തി. ജിതേന്ദ്ര മേത്തയിൽ നിന്ന് ഈ മുകേഷ് താക്കൂറിലെത്തി. മുകേഷ് താക്കൂറിൽ നിന്ന് അത് മുകേഷ് പട്ടേൽ എന്ന് പറയുന്ന ഒരാളിലെത്തി. അദ്ദേഹത്തിനൊരു കമ്പനിയുണ്ട്, രാജേഷ് മണ്ഡൽ കമ്പനി എന്നാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര്. ഇതൊക്കെ എന്താണ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ വ്യാപകമായിട്ട് കമ്പനികളും ഷെൽ കമ്പനികളും ഉള്ള സ്ഥിതിക്ക് ഇവരിങ്ങനെ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് പ്രവർത്തിക്കുക. അയാളിൽ നിന്ന് ഈ മുകേഷ് പട്ടേൽ എന്ന രാജേഷ് മണ്ഡൽ കമ്പനിയുടെ ഉടമയായ മുകേഷ് പട്ടേലിൽ നിന്ന് അത് നേരെ എത്തുന്ന അൽപേഷ് പട്ടേലിലേക്കാണ്. അൽപേഷ് പട്ടേലും കാന്തില എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മാനേജറാണ്. അയാളിൽ നിന്നാണ് അത് എങ്ങോട്ടെത്തുന്നത്,
സാഗർ കുമാർ പട്ടേലിലേക്ക് എത്തുന്നു. സാഗർ കുമാർ പട്ടേലിൽ നിന്നത് അക്ഷയകുമാർ പട്ടേലിലേക്ക് എത്തുന്നു. ഈ അക്ഷയകുമാർ പട്ടേലും സാഗർ കുമാർ പട്ടേലും ചേർന്നിട്ട് ഹെർട്സ് വിക്സെൽസ് എന്ന് പറയുന്നൊരു കമ്പനിയും ASME ഇവൻ്റ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനികളും നടത്തുന്നുണ്ട്. ഈ കമ്പനികളിലെ ജീവനക്കാരാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ രണ്ട് കമ്പനികളും ഐപാക്കിൻ്റെ കമ്പനികളാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഐപാക്കിൻ്റെ 2 ഷെൽ കമ്പനികൾ, ആ 2 ഷെൽ കമ്പനികൾ നടത്തുന്ന ഒന്ന് അക്ഷയകുമാറും വേറൊന്ന് സാഗർ കുമാർ പട്ടേലുമാണ്. ഇവർ നടത്തുന്ന ഈ കമ്പനിയിലേക്ക് എത്തിയിട്ട് ആ കമ്പനിയിൽ നിന്നാണ് ഐപാക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൈവറ്റ് കമ്പനി, അത് ഇത്തരത്തിലുള്ളൊരു ഷെയ്ഡി കമ്പനി, ആ കമ്പനിയിൽ ED റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയുമായ മമതയ്ക്ക് എന്താണ് ഛേദം? അതെ, ന്യായമായ ചോദ്യമാണ്. അല്ല, മമതയ്ക്ക് എന്താ ഇതിനകത്തൊരു കാര്യമുള്ളത്? ED ആണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും റെയ്ഡ് ചെയ്തിട്ടില്ല. മമതയുടെ വാദം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പാർട്ടിയുടെ രഹസ്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് ഐപാക്കിലാണെന്നാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് പാർട്ടി രഹസ്യങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആ പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ ഒരു ഷെയ്ഡി കമ്പനിയാണ്, നേരിട്ട് ചെയ്യുന്നതല്ല. അവരാണെങ്കിൽ ഒരു ഇടനില പ്രവർത്തനം നടത്തുന്നവരാണ്. ഇടനില പ്രവർത്തനം നടത്തുന്ന ഒരു കമ്പനിയെ ഒരു പ്രമുഖമായ രാഷ്ട്രീയ കക്ഷിയുടെ മുഴുവൻ രേഖകളും ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ കമ്പനിയും മമതയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ. അതെ, അത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ പോയിട്ട് മമത ഈ രേഖകൾ, പിടിച്ചെടുത്ത രേഖകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് മമത ഇന്നലെ തെരുവിലിറങ്ങി നിന്ന് കലാപം നടത്തിയത്. നോക്കേണ്ടത്, ഒരു മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് തെരുവിലിറങ്ങിയിട്ട് നിയമപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തടസ്സപ്പെടുത്തുകയാണ്. അത് തടസ്സപ്പെടുത്തിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. എങ്ങനെയുണ്ട് അവരുടെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവരുടെ പാർട്ടി ഐപാക്ക് കമ്പനിയല്ലല്ലോ. അവരുടെ പാർട്ടി ഇതൊരു വ്യവസായ സ്ഥാപനമല്ലേ. അവർ നടത്തുന്ന വ്യവസായം എന്തു തന്നെ ആയിക്കോട്ടെ, അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടനില നിന്നിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായികളായി പ്രവർത്തിച്ച് അതിൽ നിന്ന് കാശടിച്ച് മാറ്റുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ്, ഇവിടെ ഒരാൾ വന്നിരുന്നില്ലേ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ, കനഗോലു ആണോ ഗേലു ആണോ? ഗോലു. കനഗോലു വരുന്നു, പ്രശാന്ത് കിഷോർ വരുന്നു. അതിൽ പ്രശാന്ത് കിഷോറാണെങ്കിൽ ബീഹാറിൽ ഒരു തൻ്റെ പോപ്പുലാരിറ്റി കണ്ട് അതിൽ വിസ്മയിച്ചിട്ട് ബീഹാറിലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചു. ഗതി എന്തായെന്ന് നമ്മൾ കണ്ടതാണ്. കാരണം ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും അവർക്ക് ദിശാബോധം നൽകാനും അവരെന്ത് ഡ്രസ്സ് ധരിക്കണം, അവരെങ്ങനെ പ്രതികരിക്കണം, ഏത് വാക്ക് ഉപയോഗിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിർദ്ദേശം കൊടുത്ത് അവരെ പെരുവഴിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ പബ്ലിക് റിലേഷൻസ് ആക്ടിവിറ്റീസായിട്ട്, പൊളിറ്റിക്കൽ റിലേഷൻസ് ആക്ടിവിറ്റീസുമായിട്ട് കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലുണ്ട്. അവർ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇവരെ എടുത്തു വെച്ചിട്ടുണ്ട്. കോടികളാണ് ചിലർ മുടക്കുന്നത്. അപ്പോൾ ഈ നേതാവിൻ്റെ കൂടെ അവരൊരു ഒരു മീഡിയ ടീം പോകും. എന്നിട്ട് ഈ നേതാവ് അങ്ങോട്ട് നോക്കുന്നതും ഇങ്ങോട്ട് നോക്കുന്നതും എടുക്കും. നേതാവ് ഇരുന്ന് കഞ്ഞി കഴിക്കുന്നത് എടുക്കും. അങ്ങനെ ഒരു നേതാവ് പ്രസിഡൻ്റായ ഉടനെ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നേതാവ് നിലത്തിരുന്ന് കഞ്ഞി കഴിക്കുന്ന ചിത്രം കൊടുത്തു. ലളിത ജീവിതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ താഴെ ഒരുത്തൻ വന്നുകൊണ്ട് എഴുതി, ലാളിത്യം നല്ല ഗുണമാണ്, പക്ഷെ ദാരിദ്ര്യം വിറ്റ് കാശാക്കരുത്. ഇതെല്ലാം ഇവർ ചെയ്യുന്ന, ഇവരൊക്കെ മഹാസാധുക്കളാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ. പക്ഷേ ഇവരിതൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ PR കമ്പനികളാണ്. അപ്പോൾ മമത ആശ്രയിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഗ്രൂപ്പാണിത്. എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി അവരുടെ രാഷ്ട്രീയത്തിലെ സഹപ്രവർത്തകരെ എല്ലാം വിശ്വാസത്തിലെടുത്ത്
പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഉഡായിപ്പ് കമ്പനികളെയാണ്. ആ ഉഡായിപ്പ് കമ്പനികളെ ഏറ്റെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരിലാണ് മമതാ ബാനർജി പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ആ പണമാകട്ടെ ഈ കൽക്കരി കൊള്ളയിൽ നിന്ന് മമത എടുത്തതാണ്. മമതയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ കണ്ടിരിക്കുന്ന അഴിമതികളുണ്ട്. അധ്യാപക നിയമനത്തിൽ അഴിമതികൾ കോടതി റദ്ദ് ചെയ്ത്. അതിലെന്താ പാർത്ഥ ചാറ്റർജിയാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വെപ്പാട്ടിയും അറസ്റ്റ് ചെയ്യപ്പെട്ട്. ഇപ്പോൾ വെപ്പാട്ടി എന്ന് പറയാൻ പാടില്ല, ഇപ്പോഴത്തെ വാക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട്. ആ ഗേൾ ഫ്രണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിടിക്കപ്പെടുന്നൊരു സാഹചര്യം വന്ന്. അപ്പോൾ മമതയുടെ സർക്കാർ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി പണം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഐപാക് കമ്പനി. അല്ലെങ്കിൽ മമത ഇടപെടുമായിരുന്നില്ല.